വിമാനയാത്രയിലുള്ള ചില ഹിന്ദി വാക്കുകളാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ജനറലായിട്ട് കുറച്ച് വാക്ക് പറഞ്ഞാൽ ഏറ്റവും രസമുള്ള എന്താണെന്നറിയോ? അതിലൊന്നും ഹിന്ദി വാക്കേ ഇല്ല. അത് ഹേ ഹൂന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇംഗ്ലീഷാണ്. അപ്പം എന്താ പറയുക? ഫ്ലൈറ്റ്, വിമാനത്തിന് ഫ്ലൈറ്റ് എന്ന് പറയും. ഓക്കെ, മേരെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഹേ, എൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ്, ഇങ്ങനെ ഫ്ലൈറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തത് കൗണ്ടർ. അപ്പം ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കുള്ളൂ. कौन से काउंटर हैं? काउंटर कौन से हैं? इस नंबर का विमान का, इस नंबर का फ्लाइट का. विमान എന്ന് പറയുമെങ്കിലും വിമാനം എന്ന് പറയൂല, എന്താണ് പറയുക, സാധാരണഗതിയിൽ ഫ്ലൈറ്റ് എന്ന് പറയും. ये फ्लाइट के बोर्डिंग पास कहाँ से मिलेगी? बोर्डिंग पास നിങ്ങൾ काउंटर कौन से हैं? അപ്പോൾ काउंटर, बोर्डिंग पास, ഫ്ലൈറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ പറയുക ഡിപ്പാർച്ചർ ടൈം, അതേ ഉള്ളൂ. ഡിപ്പാർച്ചർ ടൈം എന്നാണ്, ഡിപ്പാർച്ചർ ടൈമാണ്. ഇനി സുരക്ഷാ പരിശോധന, അതിനെന്താ പറയുക? സുരക്ഷാ ചെക്കിങ്. സുരക്ഷ ഹിന്ദി വേർഡാണ്. അപ്പോൾ സുരക്ഷ എന്ന് മലയാളം പറയുന്നത് അതന്നെ. സുരക്ഷാ ചെക്കിങ് ഖത്തം ഹോ ഗയ, സുരക്ഷാ ചെക്കിങ് ഖത്തം ഹോ ഗയ, സുരക്ഷാ പരിശോധന കഴിഞ്ഞു. ओके, बैगेज कहाँ मिलेगी? बैगेज एवड़ना किटा? वो बेल्ट, हमारा फ्लाइट के बेल्ट कहाँ हैं? हमारे फ्लाइट के बेल्ट कहाँ हैं? അല്ലെങ്കിൽ ബെൽറ്റ്, ഫ്ലൈറ്റ് ഒരുപോലത്തെ വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ നമ്മൾ പോവുകയാണ്. ആദ്യമായി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ കൗണ്ടറിൽ ഹിന്ദിക്കറിഞ്ഞ്, അതല്ല ബോംബെ എന്നാണ് ടിക്കറ്റ് ഉള്ളത്, ക്യാ കരേഗാ, എന്ത് ചെയ്യും? സംസാരിക്കണമല്ലോ. അപ്പോൾ പറയാണ്, ആ കഹാൻ ജാ രേ ചോദിക്കും. നേരിട്ട് അവർ കഹാൻ ജാ രേ? മേ സൗദി ജാ രഹാ ഹൂം. അച്ഛാ, आपका पास वीज़ा है? जी, मेरे उम्रा वीज़ा है. उम्रा वीज़ा पे मैं सऊदी जाता हूँ. ओके, उम्रा वीज़ा दिखाइए, वीज़ा पेज. अब विजिटिंग वीज़യിൽ പോവാണെങ്കിൽ रिश्तेदार कौन है? रिश्तेदार നിങ്ങളുടെ ബന്ധു. किस नाम पे जाते हैं? किसका नाम पे जाते हैं? ആരുടെ പേരിലാണ് നിങ്ങൾ പോകുന്നത്? ये मेरी बेटी के नाम पे, मेरे बेटी के रिश्तेदार, मेरे बेटी हैं. मेरा बेटा, മേരി ബേട്ടി, എൻ്റെ മോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ മോളുടെ വിസിറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ മോളുടെ പിന്നെ ബന്ധുവായിട്ടാണ് അല്ലെങ്കിൽ പിതാവായിട്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം വാക്കുകളെ നമ്മൾ പഠിക്കേണ്ടത്. വിസക്ക് വിസ, ഫ്ലൈറ്റിന് ഫ്ലൈറ്റ്, ഡിപ്പാർച്ചർ, ഇങ്ങനെ തുടങ്ങി എല്ലാ വാക്കുകളും ഹിന്ദിയാണ്. ഇതാണ് ഒരു പ്രാക്ടിക്കൽ ഹിന്ദി പഠനം. അതാണ് ഹിന്ദി യൂനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു കമ്മ്യൂണിക്കേഷനാണല്ലോ പഠിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ ഇതാണ് ആവശ്യം. ഇങ്ങനെ ഇനിയും നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണോ? ഹിന്ദി യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രാൻ.